ഈ അധ്യായത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. സംസ്, തുകകൾ. ആദ്യം നമുക്ക് സമ്മ് കാണേണ്ട നാച്ചുറൽ നമ്പേഴ്സും സമ്മാണ്, അതായത് 1 മുതൽ 10 വരെ. അപ്പോൾ സമ്മിന് എസ് എന്ന് എഴുതി. എസ് ഈക്വൽ ടു 1 + 2 + 3 എക്സെട്ര 10. അതേപോലെ ഈ 1 മുതൽ 10 വരെയുള്ള നമ്പറിനെ തിരിച്ചെഴുതി. അപ്പോൾ 10, 9, 8 എക്സെട്ര 1 വരെ. ഇനി നമുക്ക് ഈ രണ്ട് സീക്വൻസിൻ്റെയും സമ്മ്, ടോട്ടൽ സമ്മ് കാണാൻ ഇങ്ങനെ രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി. എസ് പ്ലസ് എസ് 2s. ഇങ്ങനെ കൂട്ടുന്ന പകരം ഇങ്ങനെ കൂട്ടി. 10 + 1 11, 2 + 9 11, പ്ലസ് ലാസ്റ്റ് 10 + 1 11 ടേംസ്. എത്ര പ്രാവശ്യം എഴുതുന്നുണ്ട്? 10 പ്രാവശ്യം എഴുതുന്നുണ്ട്. ഏത് സംഖ്യ എഴുതുന്നത്? 11. അപ്പോൾ നമ്മൾ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? 2s ഈക്വൽ ടു 10 ടൈംസ് ആണ്. അപ്പോൾ 10 × 11 ആണ് നമ്പേഴ്സ്. 10 × 11. നമുക്ക് 2s അല്ല വേണ്ടത്, വെറും എസ് സമ്മ് മാത്രമാണ് വേണ്ടത് 1 മുതൽ 10 വരെയുള്ള ടേംസിൻ്റെ. അപ്പോൾ 2 × s ആ. 2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ എസ് ഈക്വൽ ടു 10 × 11/2. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സും സമ്മ് കാണാൻ 10 × 11/2. ഇനിയിപ്പോൾ 20 ടേംസിൻ്റെ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ 20 ടേംസ് ആ കൂടെ 1 കൂട്ടുക, 21. 20 × 21/2. ഇനി 100 ടേംസ് ചോദിച്ച്. അപ്പോൾ എസ് ഈക്വൽ ടു 100, 1 കൂട്ടി 101/2. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തത്? 1 കൂട്ടി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, എണ്ണൽ സംഖ്യകളുടെ സമ്മ് കാണാൻ 1 മുതൽ n ടേംസ് ആണെങ്കിൽ നമുക്ക് n ടേംസിനിൽ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ n. അപ്പോൾ നേരത്തെ 100 ആയപ്പോൾ 1 കൂട്ടി. അപ്പോൾ n ആവുമ്പോൾ 1 കൂട്ടുക. അപ്പോൾ n + 1. അപ്പോൾ n × n + 1/2. 1 മുതൽ nth ടേം വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n × n + 1/2. അടുത്തത് ഇവൺ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാം. ഇപ്പോൾ ഇവൺ നമ്പേഴ്സ് എങ്ങനെ? 2, 4, 6, 8, 2 + 4 + 6 + 8 എക്സെട്ര. അതെങ്ങനെ? n ടേംസ് ഉണ്ടാവും. അപ്പോൾ 2n. ഇനി ഇതിന്നൊക്കെ നമ്മൾ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എങ്ങനെ എടുക്കുക? 2 എങ്ങനെ എഴുതുക? 1 × 2 2, 4നെ 2 × 2 4, 6നെ 3 × 2. അപ്പോൾ എല്ലാത്തിനും 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബാക്കി അവിടെ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ഉണ്ടാവുക. അപ്പോൾ 2 × 1 + 2 + 3 എക്സെട്ര n. 2 അതുപോലെ എഴുതി ഇൻറ്റു. ഇത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ n × n + 1/2. ഈ 2ഉം ക്യാൻസലായി. ബാക്കി n × n + 1. അപ്പോൾ ഇവൺ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n × n + 1. പഠിച്ചു വയ്ക്കുക. ഇവൺ നമ്പേഴ്സിന് സമ്മ് കാണാനുള്ള ഇക്വേഷൻ n × n + 1. ഇനി അടുത്തത് ഓഡ് നമ്പേഴ്സിന് സമ്മ്, ഒറ്റ സംഖ്യകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ്. ഇത് പഠിച്ചു വയ്ക്കുക, n². ഓഡ് നമ്പേഴ്സിന് സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n². ഇനി അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? xn = an + b. അപ്പോൾ xn = an + b എഴുതി നമ്മൾ ഓരോ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് ടേം ആകുമ്പോൾ എന്നിൻ്റെ അവിടെ എത്ര കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ x1 = a + b. a × 1 a ആണ് വരിക. ഇനി x2 എന്നിൻ്റെ അവിടെ 2 കൊടുത്തു. 2 × a + b. ഇനി ഈ സീക്വൻസ് സമ്മ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? Sn, nth ടേം ഉണ്ടെങ്കിൽ x1 + x2 + x3 എക്സെട്ര xn വരെ. ഒരു xn എന്ന് പറഞ്ഞ ടേമും കൂടി ഉണ്ടെങ്കിൽ, അതായത് ഈ ടേമും കൂടി ഉണ്ടെങ്കിൽ x1 + x2 + എക്സെട്ര xn വരെ എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ x1 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? a + b. അപ്പോൾ x1ൻ്റെ അവിടെ a + b കൊടുക്കുക. x2ൻ്റെ അവിടെ 2a + b. ഇനി x3 ഉണ്ടെങ്കിലോ 3a + b. അപ്പോൾ x1ൻ്റെ അവിടെ a + b കൊടുത്തു. x2ൻ്റെ അവിടെ 2a + b കൊടുത്തു. x3 ഉണ്ടെങ്കിൽ 3a + b എക്സെട്ര. nth ടേം an + b ആണ്. അപ്പോൾ അതും കൊടുത്തു. ഈ സീക്വൻസിൽ എല്ലായിടത്തും എന്തുണ്ട്?
എ കോമൺ ആണ്. അപ്പോൾ എനൊക്കെ ഒരു ഭാഗമാക്കി, ബിയുടെ സീക്വൻസ് ഒക്കെ ഒരു ഭാഗമാക്കി. അപ്പോൾ എ പ്ലസ് 2a പ്ലസ് 3a പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് ഇട്ടു. എല്ലായിടത്തും ബി കോമൺ ആണ്. അത് എത്ര പ്രാവശ്യം ഉണ്ടാവും? n ടൈംസ്, അത് n ടേംസ് ആണ് ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത എഴുതി, ഇതിലൊക്കെ എ കോമണാ. അപ്പോൾ ഈ എനെ മാത്രം പുറത്തേക്ക് എടുത്തു. അപ്പോൾ എ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ആരാ ഉണ്ടാവുക? ഈ എ പോയി കഴിഞ്ഞ് ബാക്കി അവിടെ 1 1 2 3 എക്സെട്ര അപ് ടു n ടേംസ് വരെ. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇതിൽ ബി ടേംസ് എത്ര? ബി ടേംസ് n ടൈംസ് ഉണ്ട്. അപ്പോൾ n ഇൻറ്റു ബി. ഓക്കെ, ഇനി അടുത്തത് എ ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ എൻ ബി, അത് അതുപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ ഇതാണ് ഇക്വേഷൻ. വേണം നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം 2 1/2 ആയിട്ട് കോമൺ ആക്കിയിട്ട് എഴുതി. ഇനി ബാക്കിയുള്ള ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതി. an എഴുതി. ഇതാ an n പ്ലസ് 1 ഇവിടെ ഉണ്ട്, പ്ലസ് എൻ ബി. ഈ 2നെ കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി ഇതേ ഇക്വേഷനെ നമുക്കൊരു വേറെ ഫോർമാറ്റിൽ പറയാൻ വേണ്ടി പറ്റും. അതൊന്ന് നോക്കി നോക്കാം. നമ്മൾ പഠിച്ചു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തിൻ്റെ? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ an പ്ലസ് ബി, എക്സ് എൻ ഈക്വൽ ടു an പ്ലസ് ബി ആണ്. ഇപ്പോൾ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു സമ്മ് കാണാൻ. എസ് എൻ ഈക്വൽ ടു an ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് ബി എൻ. ഇതിൽ നോക്കി നോക്കൂ, ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ ഇവിടെയും എന്ത് വേണം? ഡിവൈഡഡ് ബൈ 2 വേണം. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ആയിട്ട് ചെയ്യുക. an ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് 2നെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ചെയ്തു എഴുതി. ഇനി അത് നോക്കി നോക്കൂ, ഇവിടെ n ഉണ്ട്. ഈ n-നെ ഉള്ളിലേക്ക് ഗുണിക്കണം. അപ്പോൾ അതിനെക്കാട്ടി മുന്നേ ഇവിടെ രണ്ടിടത്തും 2 കോമൺ ആവും. 2 ഉണ്ട്. കോമൺ ആയ കാരണം ഈ 2നെ ഒരു പ്രാവശ്യം കോമൺ ആക്കിയിട്ട് എടുത്ത് എഴുതി. ഇനി ബാക്കിയുള്ള മേലത്തെ ടേംസിനെ അതുപോലെ എഴുതി. ഇനി ഉള്ളിലേക്ക് ഗുണിക്കാൻ വേണ്ടി പോവുകയാണ്. an ഇൻറ്റു n, n ഇൻറ്റു n, n സ്ക്വയർ. ഈ എ ഒരു പ്രാവശ്യം എഴുതി. അപ്പോൾ an സ്ക്വയർ പ്ലസ് an പ്ലസ് 1. അപ്പോൾ an ഇൻറ്റു 1 പറഞ്ഞാൽ an പ്ലസ് ആണ്, പ്ലസ് an പ്ലസ് 2bn. അതുപോലെ എഴുതി ബൈ 2. ഇനി എല്ലാത്തിലും ഒരു n, ഇവിടെ n സ്ക്വയർ, ഇവിടെ n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ ഇതൊന്നൊരു n, ഓരോ n-ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. ഇവിടെ n സ്ക്വയർ പറഞ്ഞാൽ n ഇൻറ്റു n. ഇന്നൊരു n പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ ഒരു n ഉണ്ടാവും. അപ്പോൾ ഈ n എടുത്തു, ഇവിടുന്ന് ഒരു n എടുത്തു, ഇവിടെ നിന്ന് n ഒരു കോമൺ ആയിട്ട് n എഴുതി. ഈ ബൈ 2നെ ഇങ്ങനെ എഴുതി. ബ്രാക്കറ്റിൽ ബാക്കി ഇവിടെ ആരുണ്ടാവും? ഇവിടെ a ഉണ്ടാവും, ഒരു n ഉണ്ടാവും. an പ്ലസ് ഈ n കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ഒരു a പ്ലസ് n കോമൺ ആക്കി എടുത്തു, ബാക്കി 2b. ഇനി ഇവിടെ ഈ 2bനെ നമുക്ക് b പ്ലസ് b എന്ന് എഴുതാം. n/2 ഇൻറ്റു an പ്ലസ് a പ്ലസ് b പ്ലസ് b. 2bനെ മാറ്റി എഴുതി. ഇനി ഈ ഓരോ ബീനെയും, ഒരു ബീനെ an പ്ലസ് b എന്നും ഒരു ബീനെ a പ്ലസ് b എന്നും വേറെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നമുക്കറിയാം ഈ n/2 ഇതുപോലെ തന്നെ എഴുതി. ഈ an പ്ലസ് ബി എന്ത് കാണാനുള്ള ഇക്വേഷൻ? xn കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ xn-ൻ്റെ അവിടെ, n-ൻ്റെ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ x1 ഈക്വൽ ടു a പ്ലസ് ബി കിട്ടും. സംശയം നോക്കാം. xn ഈക്വൽ ടു an പ്ലസ് ബി ആണ്. n-ൻ്റെ അവിടെ 1 കൊടുക്കുമ്പോൾ x1 ഈക്വൽ ടു a ഇൻറ്റു 1 പറഞ്ഞ a ആണ്, പ്ലസ് ബി. അപ്പോൾ ഈ a പ്ലസ് ബിയുടെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? x1 കൊടുക്കാം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന് സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn, അല്ലെങ്കിൽ xn പ്ലസ് x1. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഇക്വേഷൻസ് നോക്കി നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1/2. ഇനി ഇരട്ട സംഖ്യകൾ, ഈവൺ നമ്പേഴ്സിന് സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1. ഒറ്റ സംഖ്യകളുടെ ഇക്വേഷൻ, ഓഡ് നമ്പേഴ്സിൻ്റെ കാണാൻ n സ്ക്വയർ. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടുപിടിക്കാൻ, ഏത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn, അല്ലെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് xn.
ഇനി നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.